പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ താൻ സമ്മതിച്ചിട്ടില്ല. എനിക്കെന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ താൻ കണ്ടുപിടിച്ചളയും. മോൻ നോക്കി മനസ്സറിയുന്ന ആളല്ലേ. കളിയാക്കിയതാണല്ലേ? അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി. സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. ഒരു ചെറിയ കാര്യം ഓർത്ത് എനിക്ക് ഇത്തിരി ടെൻഷനുണ്ട്. അതെന്താ? അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നാളായെങ്കിലും അന്ന് വന്നതിന് ശേഷം വിവരമൊന്നും ഉണ്ടായില്ല. ജയിൽ ജീവിതം അവസാനിപ്പിച്ച് പുറത്തിറങ്ങിയ സ്ഥിതിക്ക് അയാൾ വന്ന് നമ്മുടെ കല്യാണം മുടക്കാൻ സാധ്യതയുണ്ട്. എന്തിനാ ഈ ടെൻഷൻ? ആര് മുടക്കാൻ ശ്രമിച്ചാലും ഇനി നമ്മൾ പിരിയില്ല. തൻ്റെ മനസ്സ് മാറില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ അച്ഛൻ കൊലയാളിയാണെന്ന് പറഞ്ഞ് നമ്മുടെ കല്യാണം വരെ പലരും മുടക്കാൻ സാധ്യതയുണ്ട്. എതിർക്കുന്നവരൊക്കെ എതിർത്തോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. എന്താ അബിയുടെ അച്ഛൻ്റെ പേര്? അനന്തകൃഷ്ണൻ. ഞാൻ കൃഷ്ണേട്ടനെ ഇവിടെ മുഴുവൻ അന്വേഷിച്ചു. എന്താ മോളെ കാര്യം? കൃഷ്ണേട്ടനെ പരിചയപ്പെടാൻ ഒരാളിവിടെ വന്നിരുന്നു. എന്നെ പരിചയപ്പെടാനോ? അതാരാണ് ആള്? അഭിമന്യു. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. നേരത്തെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പുറത്തു പോവില്ലായിരുന്നു. അപ്പോ ഞാനും അബിയും പുറത്തുനിന്ന് സംസാരിക്കുന്നത് കൃഷ്ണേട്ടൻ കണ്ടില്ലേ? ഇല്ല, മോൾ ആശുപത്രിയിൽ നിന്ന് വന്നതുപോലും ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാനിവിടെ നിന്നാന്. അബിയുടെ കയ്യില് അച്ഛന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഞാനെന്തിനാ അയാളുടെ ഫോട്ടോ കൊണ്ട് നടക്കുന്നത്? ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അയാളെ. താൻ വെറുതെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് എന്റെ മൂഡ് കളയാൻ വേണ്ടി. സോറി അബി. എന്തായാലും ഒരു സോറി പറഞ്ഞ സ്ഥിതിക്ക് എന്റെ ഒരു സോറി ഇരിക്കട്ടെ. 2 സോറിയും കൂട്ടിമുട്ടി ന്യൂട്രലായി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, കുറച്ച് ജോലി തിരക്കുണ്ട്. പോട്ടെ. ശരി. അനന്തകൃഷ്ണൻ, കൃഷ്ണേട്ടൻ, രണ്ടും ഒരാളാണോ? എല്ലാം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സന്തോഷം നിറഞ്ഞൊരവസ്ഥയിലേക്ക് എത്തുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. അതെ, എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ച് സെറ്റാക്കി. അംബികാമ്മയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തു. കറക്റ്റ്. പക്ഷെ ഇനി ഒട്ടും സമയമില്ലാക്കില്ലേ ചേച്ചി. 1 മാസത്തിനുള്ളിൽ എൻഗേജ്മെന്റാ, പിന്നെ 3 മാസത്തിനുള്ളിൽ കല്യാണം. പക്ഷെ അതെങ്ങനെ നടക്കും? നിങ്ങൾ ചേച്ചിമാര് നിൽക്കുമ്പോ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കും? ആദ്യം നടക്കേണ്ടത് അവരുടെ കല്യാണമല്ലേ? എന്റെ അഖിലേച്ചി, ഇവിടെ ഒരുങ്ങാൻ പോകുന്നത് 1 അല്ല 3 കല്യാണ പന്തല. അതെ, ഞങ്ങളുടെ 3 ചേച്ചിമാരുടെയും കല്യാണം ഒരുമിച്ച് നടക്കും. അമൃതേച്ചി പോലെ ഒരു ചേച്ചി കിട്ടിയത് ഭാഗ്യ. ഇന്നിങ്ങനെ മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് അമൃതേച്ചിയും കൂടി കാരണോ? ഈ നിമിഷം ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായ പെൺകുട്ടി ആരാന്ന് ചോദിച്ചാ അത് ഞാനായിരിക്കും. സത്യം. പാവം, ഇവളുടെ ഈ സന്തോഷം കാണാൻ വേണ്ടി ഈ കുടുംബത്തിലുള്ളത് മുഴുവൻ കൊടുത്താലും അധികമാവില്ല. എന്റെ കല്യാണം മാത്രമാണ് നടന്നിരുന്നെങ്കിലും ഇത്രയും സന്തോഷിക്കാൻ എനിക്കാവില്ലായിരുന്നു. ഇതിപ്പോ അമൃതേച്ചിക്കും അനഘേച്ചിക്കും ഒക്കെ അവരാഗ്രഹിച്ച ജീവിതങ്ങൾ കിട്ടുന്നതിന്റെ സന്തോഷം ഒന്നും വേറെ തന്നെയാ. പ്രത്യേകിച്ചും അമൃതേച്ചിയുടെ അഭിയേട്ടന്റെ കല്യാണം. അത് നടക്കാൻ എന്റെ ആകാശേട്ടന്റെ കല്യാണം ഒരു നിമിത്തമായല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾക്കും. ഇത്രയും നാളും നമുക്ക് വേണ്ടി ജീവിച്ചത് അമൃതേച്ചി. നമ്മളെല്ലാരും സന്തോഷത്തോടെ നമ്മുടേതായ ജീവിതത്തിലേക്ക് കടക്കുമ്പോ അമൃതേച്ചി ആഗ്രഹിച്ച ജീവിതം തന്നെ ചേച്ചിക്കും കിട്ടിയല്ലോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.